കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുവാൻ വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലൂടെ കർത്താവ് ഇടയാക്കി കടന്നു വന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയാണ്. ഇന്ന് പകൽ വേളയെങ്കിൽ നമ്മൾക്ക് കുറച്ചു സമയം പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കിയല്ലോ. നമ്മുടെ കണ്ണീരിനെ മറികടന്നു പോകാത്ത ദൈവം നമ്മുടെ വിഷയങ്ങളുടെ മേലൊക്കെ പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഈ പകൽ വേളയെങ്കിൽ അല്പസമയം നമ്മളെ വചന പഠനത്തിനായിട്ട് സമയം വേർതിരിക്കുകയാണ്. നമ്മൾ കൊലോസ്യ ലേഖനം തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ഇന്ന് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ 22-ാമത്തെ വേദഭാഗമാണ് ചിന്തിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ അതിന്റെ 18-ഉം 19-ഉം 20-ഉം വാക്യങ്ങൾ ചിന്തിച്ചു. നമ്മൾക്ക് വ്യക്തമായിട്ട് അവിടെ ഒരു കുടുംബത്തിന് വേണ്ടിയ കാര്യങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാരുടെ കർത്തവ്യങ്ങൾ, മക്കളുടെ കർത്തവ്യങ്ങൾ, അതേ നമ്മൾ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി. ഇന്ന് 21-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വേദഭാഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുക, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ പ്രകോപിപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അല്ലെ, അവരെ കോപിപ്പിക്കരുത്. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. പലപ്പോഴും മക്കളെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യ ഉപദേശത്തിലും പോറ്റി വളർത്തണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. പലപ്പോഴും പിതാക്കന്മാരെ എന്നാണ് ഇവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടൊരു മാതാവില്ല എന്നില്ല. ആമേൻ. മാതാപിതാക്കളെ എന്നത് കുടുംബനാഥനായതുകൊണ്ട് ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടാണ് പിതാക്കന്മാരെ എന്ന് വിളിച്ചത്. പിതാക്കന്മാർക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് കേട്ടോ. പഥ്യ ഉപദേശത്തിൽ വളർത്തണം, അവരെ പോറ്റി പുലർത്തണം, അവർക്ക് വേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. എന്നാൽ ഇവിടെ അമ്മമാർക്ക് സ്നേഹിക്കുവാനും ലാളിക്കുവാനും ഭക്ഷണം കൊടുക്കുവാനും ഒക്കെയുള്ളൂ. ബാക്കി എല്ലാ റെസ്പോൺസിബിലിറ്റി അപ്പന്മാർക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുകയാണ്, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. എഫേസ്യ ലേഖനം ഒന്ന് എടുത്താട്ടെ, അതിന്റെ 6-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതൊന്നൊരാൾ വായിച്ചാട്ടെ. നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയും ഉപദേശത്തിലും പോറ്റി വളർത്തുവിൻ. നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. പിന്നെ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്? മക്കളെ പഥ്യോപദേശത്തിൽ, ശിക്ഷണത്തിൽ, ഉപദേശത്തിൽ വളർത്തണം. ആ 4-ാം വാക്യം പിതാക്കന്മാരെ, അവിടെയും മാതാപിതാക്കൾക്കുള്ള കർത്തവ്യങ്ങളാണ് ആ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 4-ാം വാക്യത്തിൽ പറയുക, പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കാതെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ കോപിപ്പിക്കരുത്. ഇന്ന് മക്കളെ കോപിപ്പിക്കുന്ന അനേക പ്രതിസന്ധികൾ പിശാച് കുടുംബങ്ങളിൽ കൊണ്ടിടുകയാണ്. ഹല്ലേലൂയ. മക്കൾ ആമേൻ ദൈവകൃപ വിട്ടു പോകത്തക്ക നിലയിൽ മാതൃകയില്ലാത്ത ജീവിതം നയിക്കുന്ന അനേകരുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, മക്കളെ കോപിപ്പിക്കുന്ന നിലയിലൂടെ മാതാപിതാക്കൾ ജീവിക്കുവാൻ ഇടയാകരുത്. അപ്പോസ്തലനായ പൗലോസ് പറയുക, പിതാക്കന്മാരെ ഇത് വിളിച്ചു പറഞ്ഞിരിക്കുന്നെങ്കിലും ഇത് മാതാക്കൾക്കും കൂടി ബാധകമായ കാര്യമാണ്. അതുകൊണ്ട് ബാലശിക്ഷയ്ക്കും പഥ്യ ഉപദേശത്തിനും വളരെ പ്രാധാന്യമുണ്ട്. എന്ന് നമ്മൾക്ക് പുറം രാജ്യങ്ങളിലേക്ക് നോക്കിയാട്ട് അമേരിക്കനൊക്കെ നാടുകളും അത് യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ എടുത്ത് പഠിച്ചാട്ട് അവിടെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കുവാൻ നിയമമില്ല. ആ കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചാൽ അവരൊരു കോൾ വിളിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കൾ ജയിലിൽ അടയ്ക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഇത് ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്കൊക്കെ വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവചനം പറയുന്നത് ആ മക്കളെ കോപിപ്പിക്കാതിരിക്കണം. വെറുതെ ചിലരുണ്ടല്ലോ അടി കൊടുക്കും, ചിലര് വെറുതെ ഉപദ്രവിക്കും. എന്താണെന്നറിയാമോ? ടെൻഷൻ കൂടി വീട്ടിലെ ഭാരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നിരാശകൾ മറ്റാരോടും പറയുവാനില്ലാതെ വരുമ്പോ ഇതെല്ലാം ഈ മക്കളുടെ മണ്ടയിലോട്ട് കൊണ്ടിട്ടിട്ട് ആമേൻ വടിയെടുത്ത് അവരെ ദേഷ്യം തീരുവോളം തല്ലും, അവരെ ചീത്ത വിളിക്കും, അവരെ ഒരു വിധത്തിൽ ആമേൻ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത ആ അവസ്ഥയുള്ള മാതാപിതാക്കളുണ്ട്. അത് കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുണ്ടാകുന്നതാണ് എങ്കിൽ ഇന്ന് അങ്ങനെയുള്ള പേരൻസിനെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ പറയുക, മക്കളെ കോപിപ്പിക്കാതിരിക്കാൻ
പേരൻസ് വളരെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ തക്ക സമയത്ത് ബാലശിക്ഷ കൊടുക്കണം. അവരുടെ കുറ്റങ്ങളും കുറവുകളും എന്താണെന്ന് പറഞ്ഞവരെ മനസ്സിലാക്കണം. അവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരുടെ കുറവുകൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് സ്നേഹത്തിന്റെ ആത്മാവിൽ അവരോട് സംസാരിക്കണം. അല്ലാതെ നമ്മുടെ ദേഷ്യം തീരുവോളം പൊതുരെ തല്ലിയിട്ട് കാര്യമില്ല. ഞാൻ എന്നൊക്കെ എന്റെ ചെറുപ്പത്തിൽ നല്ല അടി കൊണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാ? നമ്മൾ തെറ്റ് ചെയ്ത് ചിലപ്പോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അവരുടേതായ അന്നത്തെ ആ ടെൻഷൻ. ഞാൻ എന്റെ മക്കളെയും നല്ലതായിട്ട് തല്ലിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് തല്ല് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇവരെ അടുത്ത് വിളിക്കും. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് വിളിച്ച് ചോദിക്കും, മോളെ എന്തിനാ മമ്മി തല്ലിയെന്നറിയാമോ? അപ്പൊ അവള് പറയും, ഞാൻ തെറ്റ് ചെയ്തിട്ടാ. എന്ത് തെറ്റാണ്? ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ട്. ആ കുഞ്ഞുങ്ങൾക്ക് അത് ബോധ്യമാകും. പിന്നീട് അത് അവര് റിപ്പീറ്റ് ചെയ്യുവാൻ ഇടയാകത്തില്ല. മോനെയും അതുപോലെ തന്നെ വിളിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, കുഞ്ഞുങ്ങൾക്ക് ബോധം ഉണ്ടാകണം. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ ചർച്ചിൽ വെച്ച് മോളെ പൊതിരെ ഞങ്ങൾ രണ്ടുപേരും കൂടി തല്ലുവാൻ തക്കൊണ്ടുകൂടി. അതിന് കാരണമുണ്ട്. ചർച്ചിൽ ഞങ്ങള് ഒരു വീട്ടിലെ പ്രേയർ നടക്കുകയാണ്. വലിയൊരു ചർച്ചിലാണ് ഞങ്ങൾ അന്ന് ഇരിക്കുന്നത്. അപ്പം മോൻ കുഞ്ഞാണ്, എന്റെ കയ്യിൽ ഇരിക്കുന്നു. പാസ്റ്റർ പറഞ്ഞ് മോളെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നതിന്റെ സൈഡിൽ മോളെ കൊണ്ടിരുത്തി. അപ്പം ആൾക്കാർ വന്ന് എന്താ പാസ്റ്ററുടെ അപ്പുറത്ത് ഇരുന്നിരുന്ന്, കൊച്ചു വീടല്ലേ, തിങ്ങി ഇരുന്നിരുന്ന് കൊച്ചിങ്ങനെ നീങ്ങിപ്പോയി. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവളൊരറ്റത്തായി. അവൾക്കൊരു 3.5 വയസ്സ് കഷ്ടിച്ച് കാണും, അത്രേ ഉള്ളൂ. ആ മോള് ഇങ്ങനെ ഇരിക്കുമ്പോ കുറച്ച് കഴിഞ്ഞ് ഇവളിങ്ങനെ ഇരിക്കുമ്പം കാല് നീട്ടി ഇടയില്ലാതെ വന്നപ്പോൾ അവൾ കാല് നീട്ടിയിരുന്നു. ആ കാല് നീട്ടിയിരുന്നപ്പോൾ എന്റെ ഒരു ബന്ധുവാണ്, ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ദേഹത്ത് ഇവളെ കാല് മുട്ടുവാൻ തക്കവണ്ണം ഇടയായി. കുഞ്ഞിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതിന്റെ അകത്തൊരു പ്രായമായ ഒരു ആച്ചാൻ ഉണ്ടായിരുന്നു. ആച്ചാൻ ഇതെല്ലാം ശ്രദ്ധിക്കുക. പാസ്റ്റർ പ്രസംഗിക്കുന്നൊന്നുമല്ല അദ്ദേഹം കേൾക്കുന്നത്. എന്നിട്ട് ഈ അച്ചായൻ പറയുകയാണ്, ഇറങ്ങി വന്നു വെച്ച് പറയാം, മക്കളെ അനുസരണ ഇല്ലാതെ വളർത്തുന്നത് ഇത്രയും സമയം. ഞാൻ ആ പേരൊന്നും പറയുന്നില്ല, നാളെ അവരാരെങ്കിലും ഇത് കേട്ടെങ്കിൽ ആ സഹോദരനെ ചവിട്ടുമായിരുന്നു മോളിരുന്നോണ്ടെന്ന്. അപ്പൊ ഉടനെ കേട്ടപ്പോ എനിക്കൊരു വിഷമം പോലെ വന്നു. അത് കേട്ടോണ്ട് വേറെ അച്ചായൻ വന്നു വെച്ച് പറഞ്ഞു, പാസ്റ്റർക്ക് തന്നെ ആയിരിക്കും എന്റെ നാണക്കേട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന്. അത് ഒരു മിലിറ്ററിയിൽ ഒരു പട്ടാളക്കാരനായിരുന്നു. ഞാൻ പറയട്ടെ, 3.5 വയസ്സ് കഴിഞ്ഞൊരു കുഞ്ഞ്, അവൾക്ക് ഒന്നും അറിയത്തില്ല. പപ്പ അവളെ ചേർത്തിരുത്തിയിട്ട്, പപ്പായുടെ കുഴപ്പമാണ് അത്, അവളെ ചേർത്തിരുത്തേണ്ടിയെടുത്ത് ഇരുത്താതെ ആൾക്കാർ വന്നപ്പോ അവർക്ക് സ്പേസ് കൊടുത്തു. കുഞ്ഞിങ്ങനെ മാറി. എനിക്ക് ഞാൻ പുറകിലായി പോയി, എന്റെ കുഞ്ഞിനെ അടുത്തിരുത്താൻ പറ്റിയില്ല. അവൾ അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നു. അവളുടെ കാല് എങ്ങനെയോ അവളുടെ കാല് കൊണ്ടേ ആൾക്ക് പ്രശ്നമില്ല. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. അദ്ദേഹം പറയുന്നു, അയ്യോ അവൾ എന്നെ ചവിട്ടിയിട്ടില്ല, ഞാൻ അത് അറിഞ്ഞിട്ടുമില്ല, മോളെ സാരമില്ലടി എന്ന് പറയുമ്പോൾ ഈ പ്രായമുള്ളവർ വളരെ എന്തോ അവരുടെ ഉള്ളിൽ വൈരാഗ്യം എന്തോ ഉണ്ടായിരുന്നു, ഇഷ്ടക്കുറവ് എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി പോയി. അങ്ങനെ ചവിട്ടിയതാണോ എന്ന് ഞാൻ ചോദിച്ചു. ആ കുഞ്ഞ് ഒരു മറുപടിയും പറയാതെ നിന്നപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, ഇവള് ശരിക്കും ചവിട്ടിയതാണെന്ന് ചിന്തിച്ച് ഞാന് അടുത്ത് ചെന്ന് വലിയ വടി, ഈ നമ്മൾ പറയൂല്ലോ ചീര, ഒടിച്ചുകുത്തി ചീര, ആ ചീരയുടെ വലിയ നല്ല വിരലിന്റെ വണ്ണമുള്ള കമ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് ആ കുഞ്ഞിനെ അടിച്ചു. ഞാൻ അടിച്ചില്ല, പാസ്റ്ററെ കൊടുത്തിട്ട് പറഞ്ഞു, അവരുടെ മുന്നിൽ വെച്ച് ഞാൻ പറഞ്ഞു, അവളെ തെറ്റ് സമ്മതിപ്പിക്കാൻ പറഞ്ഞു. പുള്ളി അടിച്ചിട്ട് ഒരു വടി ഒടിഞ്ഞു. ഞാൻ അടുത്ത വടി എടുത്തുകൊണ്ട് കൊടുത്തു. അവിടെ കാലിങ്ങനെ നമ്മള് പോത്തിനെയൊക്കെ വാറ് വെക്കും പോലെ മുറിഞ്ഞു. ആ കുഞ്ഞ് എന്നിട്ട് കരയുന്നില്ല. കാരണം കുഞ്ഞിന് അറിയില്ല അവളെ അടിക്കുന്നത് എന്തിനാന്ന്. അവൾക്കറിയില്ല. അവസാനം ഞങ്ങൾ വീട്ടിൽ വന്നു. 2 ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ല. കുഞ്ഞിനോട് ഞങ്ങൾ അപ്പോഴും ചോദിക്കുമ്പോ അവൾക്കറിയില്ല. അവള് മനസ്സോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് സമ്മതിക്കും. എന്റെ 2 പിള്ളേരും തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ സമ്മതിക്കുന്ന കുട്ടികളാണ്. ഞങ്ങൾ അങ്ങനെ അവരെ വളർത്തിയിരിക്കുന്നത്. അപ്പൊ അവൾക്കറിയില്ല അവൾ എന്തിനാ അടി കൊണ്ടെന്ന് പോലും അവൾക്കറിയില്ല. ഞങ്ങൾ ദിവസങ്ങൾ കൊണ്ടാണ് ആ മുറിവ് ഉണക്കി ഇപ്പോഴും അവിടെ കാലില പാട് കിടപ്പുണ്ട് എന്നും പറയും. കാരണം കൂടാതെ എന്റെ പപ്പയും മമ്മി എന്നെ അടിച്ചു. ഇന്ന് അവൾക്ക് ദുഃഖമാണ് ഓർക്കുമ്പോ. ഞാൻ ഈ ഭാഗം പഠിപ്പിക്കുമ്പോൾ ഞാൻ അത് ഓർത്തു പോവുകയായിരുന്നു. മാനസികമായിട്ട് വിഷമിപ്പിക്കുവാൻ ശത്രു കൊണ്ടുവച്ച ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് ആ കുഞ്ഞ് ഇന്നും പറയും എന്നെ തല്ലി. ഞാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഒരിക്കൽ പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളുടെ ദേഷ്യത്തിനോ മറ്റൊരാളുടെ മുൻപിൽ എന്തെങ്കിലും നല്ലതെന്ന് കാണിക്കാൻ ഒന്നും ചെയ്യരുത് എന്ന് ദൈവനാമത്തിൽ എനിക്ക് പേരൻസിനോട് ഒരു അപേക്ഷയുണ്ട്. അടിക്കണം, അവരുടെ തെറ്റ് അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട്
എന്റെ കുഞ്ഞിന് അറിയത്തില്ലായിരുന്നു. പക്ഷെ അന്ന് പാസ്റ്റർ അവരൊക്കെ ഇങ്ങനെയുള്ള ആളുകളായതുകൊണ്ട് എനിക്കറിയില്ല, കോപം നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അടിക്കാൻ തക്കവണ്ണമിടയായി. പറയട്ടെ, ഇപ്പോഴും ആ കുട്ടി അദ്ദേഹം അവര് പ്രായമായ രണ്ടുപേരും മരിച്ചുപോയി. പക്ഷെ ഇപ്പോഴും അവിടെ ഉള്ളിൽ നിന്ന് അവരെ കുറിച്ച് അവൾക്ക് വൈരാഗ്യമാണ്. അവള് പറയുന്നത് അവരെന്നെ അടി ഉള്ളിപ്പിച്ചതാണ്, അതാണ് ഇപ്പോഴത്തെയും പാട്. അവൾക്ക് ഹൃദയത്തിലെ വേദന മുറിപ്പാട് മാറിയിട്ടില്ല, കാലിലെ മുറിപ്പാട് മാറിയെങ്കിലും വർഷം എത്രയായെന്ന് ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് കിട്ടിയ അനുഭവത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ അവരെ ബാലശിക്ഷയിൽ ബാലശിക്ഷ എന്ന് പറയുമ്പോൾ നല്ല ഉപദേശത്തോടെ അവര് ചെയ്ത തെറ്റ് എന്താണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അവരെ നമുക്ക് ശിക്ഷിക്കുവാനായിട്ട്. അല്ലാതെ നമ്മുടെ ദേഷ്യവും നമ്മുടേതായ കോപവും നമ്മുടേതായ സാഹചര്യങ്ങളും നമ്മുടേതായ എല്ലാ വൈരാഗ്യങ്ങളും മറ്റുള്ളവരോട് തീർക്കുന്ന സ്ഥാനത്ത് വീടുകളിൽ അമ്മായിമ്മയോടുള്ള ദേഷ്യം, ഭർത്താവിനോടുള്ള ദേഷ്യം, നാത്തൂനോടുള്ള ദേഷ്യം ഒക്കെ കുഞ്ഞുങ്ങളോട് തീർക്കരുതേ എന്ന് ദൈവനാമത്തിൽ ഞാൻ ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവസഭകളും ഇതിന് പ്രാധാന്യം കൊടുക്കണം. ഇന്ന് ഉഴപ്പി ഒത്തിരി ബഹളം വെക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയുള്ളവരെ മാതാപിതാക്കൾ അടക്കി ഇരുത്തണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരണം. അവരെ സാവകാശം ദൈവകൃപയെ അനുഭവിപ്പിച്ച് അവരെ ദൈവഭക്തിയിലും ദൈവകൃപയിലും വളർത്തുവാനായിട്ട് ഇടയാക്കണം. യേശു കർത്താവ് ദൈവകൃപയിൽ വളർന്നത് കൊണ്ട് അവൻ ആലയത്തിൽ പോയി പുരോഹിതന്മാരുടെ ഒക്കെ കൂട്ടത്തിലിരുന്ന് സംശയങ്ങൾ ചോദിക്കുകയും അവന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്തപ്പോൾ അവർക്കൊക്കെ ആശ്ചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവകൃപയിൽ വളരുവാൻ തക്കവണ്ണം ഇടയാകണം. അവരെ തല്ലുന്ന ഒരു പിതാവ് നല്ല പേര് കിട്ടേണ്ടത്. എന്നാൽ പിതാവിനെ പേടിയുണ്ടായിരിക്കണം, മാതാവിനെയും പേടിയുണ്ടായിരിക്കണം. ഞാൻ ഇപ്പൊ വടിയെടുത്താലും എന്റെ 2 പിള്ളേർക്കും പേടിയാ. കാരണം ഞാൻ നല്ലതായിട്ട് അവര് എന്ന് വെച്ചാൽ അനാവശ്യ അടിയല്ല, അന്ന് അങ്ങനെ ഒന്ന് ചെയ്തെന്നുള്ളതല്ലാതെ ഞാൻ അനാവശ്യമായിട്ട് പിന്നെ മക്കളെ നല്ല അതിന് മുന്നേയും അനാവശ്യമായിട്ട് തല്ലിയിട്ടില്ല. അത് നമ്മളിലുള്ള തെറ്റാണ്. പക്ഷെ നമ്മളെ പലത് പഠിപ്പിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ചെയ്തതായിരിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മളുടെ പാഠങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാളെ ഒരു ഓർമ്മയ്ക്ക് കാരണമാകുമല്ലോ. പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്ന അസഭ്യ വർത്തമാനങ്ങളും ദൈവഹിതമല്ലാത്ത കാര്യങ്ങളും ആ ബാലഹൃദയങ്ങളിൽ അടിച്ചേൽപ്പിക്കുവാൻ ഇടവരാതെ വണ്ണം നമ്മുടെ ഹൃദയങ്ങളിൽ നാം ദൈവത്തിന് പാടിയും സ്തുതിച്ചും നാം മാതൃകയുള്ളൊരു ജീവിതം നയിച്ച് കുഞ്ഞുങ്ങളുടെ മുൻപാകെ ആയിരിക്കണം. അതാണ് പറഞ്ഞ പിതാക്കന്മാരെ അവിടെ മാതാപിതാക്കളെ എന്ന് കൂട്ടിച്ചേർത്തു. മക്കൾ അധൈര്യപ്പെട്ടു പോകാതിരിക്കാൻ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അധൈര്യപ്പെടും, അവർ പുറകോട്ട് വലിയും, അവർക്ക് ഇൻഫീരിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. ആ കുഞ്ഞുങ്ങൾ ഒരു കാര്യത്തിന് മുൻപോട്ട് വരത്തില്ല. ആ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? അധൈര്യപ്പെടുത്താതെ ധൈര്യപ്പെടുത്തണം. ഞങ്ങൾ കൂടെയുണ്ട്, നിനക്ക് ടാലൻസ് ഉണ്ട്, നിനക്ക് പഠിക്കാൻ ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട് എന്ന് പറഞ്ഞവരെ പഠിപ്പിക്കണം. അല്ല അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ നോക്കണം, നല്ല മാർക്ക് വാങ്ങിച്ചല്ലോ, അവൻ മാർക്ക് വാങ്ങിച്ചു, നീ വാങ്ങിക്കുന്നില്ല എന്നല്ല പറയേണ്ടത്. നമ്മൾ പേരൻസ് ആയിരിക്കുന്ന നമ്മുടെ ബുദ്ധിയെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പുറത്തെ ആ പേരൻസിന് IQ ലെവൽ കൂടുതലായിരിക്കും, അവരുടെ കുട്ടിക്ക് അതിനനുസരിച്ച് മാർക്ക് കിട്ടും. നമ്മുടെ കുഞ്ഞിന് IQ ലെവൽ കുറവാണെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒരുവന് ജ്ഞാനം തരുന്നത് ദൈവമാണ്, ഔദാര്യമായി നൽകാവുന്ന ദൈവ വാഗ്ദത്തമുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവരെ കരം വെച്ച് അനുഗ്രഹിക്കണം. അവരെ അധൈര്യപ്പെടുത്തരുത്. നീ തോറ്റുപോയി, ഇനി നീ ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവരെ പരിഹസിക്കുകയല്ല. നീ ജയിക്കും മോനെ, മോളെ ജയിക്കും, സാരമില്ല, നീ ഒന്നുകൂടെ ട്രൈ ചെയ്യേ, ആമേൻ എന്നൊക്കെ പറയും. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് എന്റെ അടുക്കൽ ഇതുപോലെ നിരാശയോടെ പറയൂ എന്റെ കുഞ്ഞോട്. ഞാൻ പറഞ്ഞു, തോൽവി വിജയത്തിന്റെ ആരംഭം, അത് എന്റെ മോന്റെ മുദ്രാവാക്യമാണെന്ന് ഞാൻ പറഞ്ഞു. അവന് പബ്ലിക് പരീക്ഷയ്ക്ക് എല്ലാം നല്ല മാർക്കോട് കൂടി ജയിക്കും. മറ്റുള്ള ക്ലാസ് പരീക്ഷകളും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ മാർക്കുകൾ ടീച്ചേഴ്സ് വിളിച്ചു പറയും ഇവൻ ഒന്നും എഴുതത്തില്ലെന്ന് പറയും. കാരണം പഠിക്കത്തില്ല, എനിക്കറിയാം. ഞാൻ ആ പരീക്ഷയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടുന്നത് മാത്രമേ ഉള്ളൂ. പബ്ലിക് പരീക്ഷയുടെ അന്ന് രാവിലെ ആയിരിക്കും മമ്മി ഇതൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പരീക്ഷയുടെ രാവിലെ ആയിരിക്കും എന്റെ എടുത്തോണ്ട് വരുന്നത്. അപ്പൊ ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യപ്പെടുത്തണം. അപ്പൊ അവനോട് ഞാൻ പറയൂടാ, നിനക്ക് നാണമില്ലടാ എങ്ങനെയെന്ന് ചോദിക്കാൻ പറയും, തോൽവി വിജയത്തിന്റെ ആരംഭമാ, അടുത്ത പ്രാവശ്യം ഞാൻ ജയിച്ചിരിക്കും എന്ന് പറഞ്ഞ് അവൻ ഇന്നും ദൈവകൃപയാൽ ഫിസിയോതെറാപ്പി ഇപ്പൊ 3ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ടഫായ വിഷയങ്ങളാണ്, അവന്റെ ബുദ്ധിയേക്കാൾ ഉപരിയായി പഠിക്കേണ്ട സബ്ജക്ട്സുകളാണ്. എങ്കിലും ദൈവം കൃപ കൊടുക്കുന്ന. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, എനിക്ക് ഇതിനുള്ള കഴിവൊന്നുമില്ല, നിങ്ങൾക്ക് അറിയത്തില്ലേ, പിന്നെ ദൈവം എന്നെ ഇത്രയൊക്കെ പാസ്സാക്കിയില്ലേ എന്ന് ചോദിച്ച് ആശ്വസിപ്പിച്ച് ഞാൻ പറഞ്ഞു, മോനെ അങ്ങനെ മതി, ചേച്ചിക്ക് ഇച്ചിരിയുടെ കഴിവ് കൂടുതൽ, മോന് ചേച്ചി പഠിക്കും, അവൾക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇച്ചിരി മാർക്ക് കൂടുതലൊക്കെ ഉണ്ടായിരുന്നു, എനിക്കതൊന്നും. ഞാൻ പറഞ്ഞു, മോനെ നീ പാസ്സായാൽ മതി, നമുക്ക് യൂണിവേഴ്സിറ്റി മാർക്ക് ഒന്നും വേണ്ട, വലിയ ഇതൊന്നും വേണ്ട, ജസ്റ്റ് പാസ്സായാൽ മതി, തോറ്റുപോയിരുന്നാൽ മതി എന്ന് ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുമായിട്ട് നമ്മൾ
തുലനപ്പെടുത്തി അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലങ്ങൾ അങ്ങനെയൊന്നുമല്ല. നമ്മൾ അവരുടെ ടാലന്റുകൾ എന്തുണ്ട്, മക്കളെ നിങ്ങൾക്ക് പാടാൻ കഴിയും, നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും, നിങ്ങളുടെ ബുദ്ധിയുണ്ട്, നിങ്ങൾ സുന്ദരരാണ് എന്നെല്ലാം പറഞ്ഞവരെ നമ്മൾ എന്ത് ചെയ്യണം? കൃപയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ആമേൻ പ്രാപ്തരാകണം. അല്ലാതെ കോപത്തിന്റെ നമ്മളിലുള്ള കോപവും ദേഷ്യവും അരിശമൊക്കെ കുഞ്ഞുങ്ങളുടെ മേൽ തീർത്തിട്ട് അവരെ ദൈവകൃപയിൽ നകറ്റുവാനല്ല, അധൈര്യമുള്ളവരാക്കുവാനല്ല, ധൈര്യശാലികളായിട്ട് അവരെ വളർത്തി അവരെ പ്രോത്സാഹനത്തിൽ കൊണ്ടുവരുവാൻ നക്കവണ്ണം നമുക്ക് ഇടയാകണം. മക്കൾ ചെയ്യുന്നത് എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കരുത്. ആ ചെയ്യുന്ന കുറ്റം വ്യക്തമായിട്ട് ഇന്ന കാരണം തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ ജീവിതം മാതൃകയുള്ളതായിരിക്കണം. ഞാൻ എന്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ മാതൃകയില്ലാതെ ജീവിച്ചേച്ച് ഞാൻ അവരെ ഗുണദോഷിക്കാൻ ചെന്നാൽ അവർ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ മാതാപിതാക്കളോട് പ്രത്യേകാൽ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വാക്കുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മുൻപാകെ മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുന്നവരായി തീരണം. അതുകൊണ്ട് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചല്ലോ, മാതാപിതാക്കൾ നമ്മളുടെ കാര്യങ്ങള് എങ്ങനെയുള്ളവരായിരിക്കണം എന്നൊക്കെ പഠിച്ചല്ലോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മൾ ക്രമത്തിനൊട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ, ഒരു ക്രമപ്രകാരം ജീവിക്കുമ്പോൾ, മാതാപിതാക്കൾ ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ കുട്ടികളും ആ ലെവലിൽ വരുവാൻ ഇടയാകും. ഇന്ന് ഒരു കർത്താവിന്റെ ദാസന്റെ സാക്ഷ്യം നമ്മുടെ സാക്ഷി കൂടാരത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കൊണ്ട് ലൈവ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ഇന്നിങ്ങനെ പറഞ്ഞതാണ്, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുള്ളത്, അപ്പനെ പോലെ ഇരിക്കും ആൺമക്കളെ, അമ്മയെ പോലെ ഇരിക്കും പെൺമക്കളെ. അപ്പം അങ്ങനെയൊന്നും അല്ല എങ്കിൽ പോലും അപ്പന്മാരും അമ്മമാരും ചെയ്യുന്ന മാതൃക അനുസരിച്ചായിരിക്കും. അദ്ദേഹത്തിന്റെ പിതാവ് ഭയങ്കര മദ്യപാനിയായിരുന്നു, 6 മക്കളുണ്ടായിരുന്നു, 6 പേരും മഹാകുടിയന്മാരായി തീർന്നു. പിന്നെ 5 പേരും മരിച്ചു, ഇദ്ദേഹം മാത്രം അവശേഷിച്ചു. കൃപയാൽ അദ്ദേഹം വളരെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അദ്ദേഹം രക്ഷയിലേക്ക് വരുവാൻ തക്കവണ്ണമുടെ അവസാനം കർത്താവിന്റെ വേലയിലാണ് ഇപ്പോൾ, ഒരു പാസ്റ്ററായി. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പാസ്റ്ററായി ഹാലലി കർത്താവിന്റെ വേലയിലായ ആ ദൈവത്തെ അറിഞ്ഞ് അങ്ങനെ വന്നതുകൊണ്ട് തന്റെ 3 മക്കളുണ്ട്, അത് 2 പേരും ഇപ്പോൾ സുവിശേഷ വേലയിലാണ്, ബീഹാറിൽ കർത്താവിന് വേല ചെയ്യുന്നു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പൊ അദ്ദേഹം ആദ്യം പറഞ്ഞു, എന്റെ അപ്പൻ കുടിയനായതുകൊണ്ട് ഞാൻ കുടിയനായി, ഞാൻ സുവിശേഷ വേലക്കാരനായി തീർന്നുകൊണ്ട് എന്റെ മക്കൾ അങ്ങനെ ആയി തീർന്നു. ഞാൻ ഈ ഉദാഹരണം നിങ്ങളുടെ മുൻപിൽ പറഞ്ഞത്, നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് മാതൃക നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ. പിന്നെ ഡോക്ടർമാരുടെ മക്കൾ ഡോക്ടറാകുന്നു, നഴ്സുമാരുടെ മക്കൾ നഴ്സാകുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ടീച്ചേഴ്സിന്റെ മക്കൾ ടീച്ചറാകുന്നു. ഞാൻ ആ ഭൗതിക ലെവലിൽ നിന്നുകൊണ്ടല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ മാതൃകയുള്ളവരായി, തികഞ്ഞവരായി, മറ്റുള്ളവർ മുൻപാകെ മാതൃകയുള്ളവരായി നിൽപ്പാൻ തക്കവണ്ണം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അവരെ ബുദ്ധി ഉപദേശിക്കുകയും അവരെ എൻകറേജ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അതുകൊണ്ട് നമുക്ക് സങ്കീർത്തനക്കാരൻ 127 സങ്കീർത്തനം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മക്കളെ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാകുന്നു എന്നുള്ളതാ. അതുകൊണ്ട് നമുക്ക് സന്താന ലബ്ധി ദൈവം തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി. ചിലര് മക്കളെ ശപിക്കുന്നതൊക്കെ ഇങ്ങനെ ഒരു സന്താനം ഉണ്ടാകരുതായിരുന്നു, ഇത് ഉണ്ടായതാണ് എന്റെ ജീവിതത്തിൽ ശാപത്തിന് കാരണം. എനിക്കറിയാം, ഒരു സിസ്റ്റർ ഇതുപോലെ വർഷങ്ങൾ നോക്കിയിരുന്നു, പ്രായമായിട്ടൊരു കുഞ്ഞിനെ ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ കുഞ്ഞിനെ ലഭിച്ചിട്ട് ആ കുഞ്ഞ് ഭയങ്കര കുസൃതിയാ. അവസാനം പറയും, അയ്യോ ഇതിനെ കിട്ടിയില്ലായിരുന്നെങ്കിൽ, മക്കളില്ലായിരുന്നെങ്കിൽ ഇതിലും ഭേദമായിരുന്നു എന്ന്. അതങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ആ കുഞ്ഞിന് വേണ്ടി കരയുക, പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ആ കുഞ്ഞ് ഉദരത്തിൽ കിടന്ന സമയത്ത് ആ മാതാവ് നല്ല രീതിയിൽ ജീവിച്ചു കാണില്ല. കുഞ്ഞുങ്ങൾ ഉദരത്തിൽ കിടക്കുമ്പോൾ മാതാക്കൾ പ്രാർത്ഥനയുള്ളവരായും ദൈവകൃപ അനുഭവിക്കുന്നവരായിട്ടൊക്കെ ജീവിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ ഇല്ലാത്ത അന്തരീക്ഷത്തിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? കുഞ്ഞുങ്ങൾ നമ്മുടെ ചലനങ്ങളും കാര്യങ്ങളും എല്ലാം ഒപ്പിയെടുത്ത് അതേ ലെവലിലൂടെ അവരുടെ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാതെ പോവുകയാണ്. ശ്രദ്ധിക്കാതെ വിട്ടിട്ട് കുഞ്ഞുങ്ങളെ കുറ്റം പറയും, നമ്മുടെ കുഴപ്പമാണെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, പല കാരണങ്ങളും പറഞ്ഞ് മക്കളെ കോപിപ്പിക്കും, പല കാരണങ്ങളും പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കും. അതുകൊണ്ട് അപ്പന്മാരോട് പ്രത്യേകം അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അമ്മമാർക്കും ബാധകമാണ്. ഇന്ന് പകൽക്കാലം ഇക്കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്തെടുക്കണമെന്ന് ദൈവാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് നമ്മൾ വായിച്ചത്. എന്താണ്? നിങ്ങളുടെ മക്കളെ ആമീൻ പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ പ്രകോപിപ്പിക്കാതെ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുക. കുഞ്ഞുങ്ങൾക്ക് ഉപദേശം കൊടുക്കണം. അപ്പൊ ഉപദേശം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാതൃകയുള്ളവരായിരിക്കണം, അല്ലെ? ഇന്ന് ചിലർക്ക് ജീവിതമില്ല, വെറും ഉപദേശമാണ്. ഉപദേശം വെറുതെ ആരും സ്വീകരിക്കത്തില്ല, വെറുതെ ആരും കേൾക്കത്തുമില്ല. ഉപദേശിക്കുന്നവൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം, പക്ഷെ അവന് ജീവിതം കൂടി ഉണ്ടായിരിക്കണം, എങ്കിലേ ആ ഉപദേശത്തിന് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയുന്ന
6-ാം വാക്യം പറയും. നമ്മൾ അത് ഇന്നലെ ചിന്തിച്ചു. 6-ാം അധ്യായം 1-ാം വാക്യം, മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടി ആദ്യ കൽപ്പനയാകുന്നു. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിക്കുവാനും തന്നെ. അപ്പൊ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചു. ഒരു കാലത്ത് നമ്മൾ ഭയപ്പെട്ടും പേടിച്ചും ഒക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്ത്. ഞാൻ പറയട്ടെ, അതല്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുക. ഈ സ്നേഹത്തിൽ നിന്നുകൊണ്ട് വേണം മക്കളോട് ഇടപെടാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആമേൻ, നമ്മുടെ ശിശുക്കൾ, ആമേൻ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുൻപാകെ മാതൃകയുള്ളവരായി ജീവിപ്പാൻ ഇതൊക്കെ ഒന്നുമിടയാകും. അതുകൊണ്ട് യേശു കർത്താവ് പോലും പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? കർത്താവ് കൽപ്പിച്ചു. അപ്പൊ മക്കൾ ഭക്തിയുള്ളവരായി വളരണമെന്നുണ്ടെങ്കിൽ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരണം. പ്രാർത്ഥനകൾക്ക് കൊണ്ടുപോകണം, ആരാധനകൾക്ക് കൊണ്ടുപോകണം, അവരെ വചനം പഠിപ്പിക്കണം, അവരെ ഓരോ കാര്യങ്ങളും, ആത്മീയ കാര്യങ്ങളിൽ അവരെ കൂട്ടിക്കൊണ്ടുവരണം. അതൊക്കെ ഞാൻ ദൈവത്തിന്റെ കൃപയിൽ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാൻ ഇതൊക്കെ ഒന്നും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 2 വാക്യങ്ങൾ അതിവേഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അതിന് അബ്രഹാം, കർത്താവായ യേശുവേ, നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമേശേക്കുകാരനായ ഈ എലിയാസർ അത്രേ എന്ന് പറഞ്ഞു. ദമേശേക്കുകാരനായ എലയാസർ ആയിരിക്കും ഇനി എന്റെ പിൻഗാമി എന്ന്. അങ്ങനെ ദൈവം അനുവദിച്ചോ? ഒരിക്കലും അനുവദിച്ചില്ലല്ലേ? ദൈവം തന്റെ വാഗ്ദത്തം അവന്റെ മേൽ നിവർത്തിച്ചു കൊടുത്തു. അതിന് ഞാൻ മക്കളില്ലാത്തവനായി തീരുമെന്നൊക്കെ താൻ ചിന്തിക്കുമ്പോൾ അവന്റെ അനന്തരാവകാശി രമേശക്കാരനായ എലയാസർ ആകുമെന്നൊക്കെ ചിന്തിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇല്ല. ദൈവം തനിക്ക് മകനെ കൊടുത്തു, ഇസഹാക്കിനെ കൊടുത്തു. ആ ഇസഹാക്കിനെ കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ യേശുക്രിസ്തുവിന്റെ നിഴലായിട്ട് നിൽക്കുക, അല്ലെ? അവന് അനുസരണയുള്ളവനായി, അപ്പനെ അനുസരിക്കുന്നവനായി മോറിയാമലയിലേക്ക് മകനെ കൊണ്ടുപോകുമ്പോൾ അപ്പോ കത്തിയുണ്ട്, വിറകുണ്ട്, കുഞ്ഞാടെടെ, യാഗത്തിനുള്ള മൃഗം എവിടെ എന്നൊക്കെ ചോദിക്കും. മകനേക്ക് ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറയുമ്പോഴും അവനെ കൈകാലുകൾ കെട്ടി യാഗപീഠത്തിൽ കിടത്തുമ്പോഴും ആ കുഞ്ഞിന്റെ ആ വിനയവും അവനിൽ ഭയമില്ലാതെ അവൻ അപ്പനെ അനുസരിച്ച കാര്യങ്ങളും ഒക്കെ ഇന്നത്തെ തലമുറകൾക്ക് ഏറെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അപ്പൻ അതിരാവിലെ എഴുന്നേറ്റ് അമ്മയോട് പോലും അനുവാദം ചോദിക്കാതെ മകനെ മുറിയമ്മലയിലേക്ക് കൊണ്ടുപോയതല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്ന് വെളുപ്പാങ്കാലം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? മക്കൾ ഇതൊക്കെ കാണുന്നുണ്ടോ? മകനെ കൂട്ടിക്കൊണ്ട് അപ്പൻ പോയി, അങ്ങനെ മകന് യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോയി, അല്ലെ? അപ്പം ഇന്ന് ഒരുമിച്ച് മക്കളെ വെളുപ്പാങ്കാലം എഴുന്നേറ്റ് പ്രാർത്ഥിപ്പിക്കുന്ന എത്ര കുടുംബങ്ങളുണ്ട്? ഇന്ന് പലപ്പോഴും രാത്രിയിലിരുന്ന് അടിച്ചിരുത്തി പഠിപ്പിക്കും, ഭക്ഷണമൊക്കെ വേണ്ടവണ്ണം കൊടുക്കും. രാവിലെ സ്കൂളിൽ പോകാനായിട്ട് സ്കൂൾ വാൻ വരും, എഴുന്നേറ്റു എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ 5 മണി 5:15 എഴുന്നേൽപ്പിച്ച് ടോയ്ലറ്റിൽ വിട്ടു, പല്ല് തേപ്പിച്ചു, കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഹോംവർക്കുകളെല്ലാം ചെയ്തോ? എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കും. ടിഫിനും കൊടുക്കും, ഫുഡും കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷെ വേണ്ടവണ്ണം കുടുംബ പ്രാർത്ഥന നടത്താതെ ഒരുമാതിരി എന്താ ഒരു അവിയൽ പരുവത്തിലുള്ള ജീവിതം നയിച്ചാൽ ആ കുഞ്ഞുങ്ങൾ നാളെ നിലനിൽക്കത്തില്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് ക്രിസ്തുവിൽ അടിയുറച്ച ആമീൻ ഒരു ജീവിതം അബ്രഹാം ദൈവ വിളി കേട്ടിറങ്ങിയെങ്കിൽ അവൻ രാവിലെ എഴുന്നേറ്റ് യാഗം കഴിക്കാൻ പോകുമ്പോൾ വിറക് കയറി കഴുതയ്ക്ക് കൂപ്പിട്ട് വിറകൊക്കെ അതിന്റെ മേലെടുത്ത് വെച്ച് സറായിയോട് പോലും ഒന്നും പറയാതെ മകനെയും കൊണ്ട് പോകുന്ന കർത്താവിനെ അനുസരിച്ച്. അങ്ങനെ ഇന്ന് എത്ര പേരൻസ് ഉണ്ട്, എത്ര പിതാക്കന്മാരുണ്ട് ഇങ്ങനെ അനുസരിക്കുന്നത്. ആ അമ്മമാരോട് പറയും, നിന്റെ ഉത്തരവാദിത്തവാ, ഞാൻ ജോലിക്ക് പോകുമല്ലേ, ഞാൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് നിനക്ക് കഞ്ഞിയും കറിയും വെച്ചു കൊടുത്ത് നിന്റെ മക്കളെ നോക്കാൻ മേലെ. പ്രിയ പിതാവേ, ഞാൻ പറയട്ടെ, ഈ കൃപ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഹല്ലേലൂയ പത്യോപദേശത്തിൽ ദൈവകൃപയിൽ നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി അതിന്റെ 30-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 2-ാം വാക്യം കൊണ്ടൊന്ന് വായിച്ചാട്ടെ. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. റാഹേല് യാക്കോബിന് മക്കളെ പ്രസവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് പരാതിയും പരിഭവമൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് യാക്കോബ് റാഹേലിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പം ഞാനാണോ ഇതൊക്കെ തരാൻ പറ്റുന്നെന്ന്? ഞാൻ ഇത് പറഞ്ഞതിന്റെ സാരം, മക്കളെ യഹോവ തരുന്ന ദാനമാണ്. നമുക്ക് സ്വന്തമായിട്ടൊന്നും, അല്ലെ, നമ്മുടെ കഴിവുകൊണ്ട് ഒന്നും നേടിയെടുക്കാനായിട്ട് പറ്റത്തില്ല. എത്രയോ ദമ്പതികൾ മക്കളില്ലാതെ ഭാരപ്പെടുന്നു, എത്രയോ ദമ്പതികൾ ഇന്ന് നിരാശയിൽപ്പെട്ട് കഴിയുന്നു. നമുക്ക് തന്ന മക്കളെ നമ്മൾ ഹല്ലേലൂയ വചനത്തിന്റെ വ്യവസ്ഥയിലും അനുസരണയിലും പഥ്യോപദേശത്തിലും പോറ്റി പുലർത്തുവാൻ ഇടയാകണം. അവരെ വഴിതെറ്റി പോകാൻ ഇടയാകരുത്. ഇവിടെ യാക്കോബ് ദേഷ്യപ്പെട്ടെങ്കിലും ദൈവം പിന്നെ യാക്കോബിനെ അനുഗ്രഹിച്ച ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുമില്ലേ? മക്കളെ കൊടുത്തു, സ്തോത്രം. റാഹേലിന്റെ സങ്കടമൊക്കെ മാറ്റി,
യോസഫിനെയും ബെന്യാമിനെയും ഒക്കെ കൊടുത്തു. സ്തോത്രം അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ പരിവപ്പെടേണ്ട, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അവിടെ നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല മക്കൾ ഉണ്ടായത്, ദൈവം തന്ന ദാനം. അങ്ങനെയെങ്കിൽ ദാനത്തിൽ പ്രശംസിക്കേണ്ട, ദാതാവിൽ പ്രശംസിച്ചാൽ മതി. ദൈവസന്നിധിയിലേക്ക് നമ്മളെ സമർപ്പിക്കണം. ഇവിടെ നമ്മുടേതായ പെരുമാറ്റവും ജീവിതശൈലിയും ഒക്കെ അതിക്രൂരമായ നിലയിലായിരിക്കരുത്. സ്നേഹത്തിന്റെ സ്വാന്തന വാക്കുകളാൽ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ തുടക്കം തൊട്ടേ, നമ്മൾ പറയും കതിരെ കൊണ്ട് വിളമ്പിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ചുവട്ടിൽ തന്നെ വളം വെക്കേണ്ട സമയത്ത് വളം വെക്കണം. കണ്ണുരുട്ടി കാണിക്കേണ്ട സമയത്ത് ആ കുട്ടിയെ കണ്ണുരുട്ടി കാണിക്കണം. പപ്പു അടിച്ച് നാക്കും പിടിച്ച് അരുതേന്ന് പറയേണ്ട സമയത്ത് അരുതേന്ന് പറയണം. അന്നേരം നമ്മൾ ചിരിച്ച് കൈകൊട്ടി അവരെ എൻകറേജ് ചെയ്തിട്ട് കാര്യമില്ല. ആ ടൈമിൽ നമ്മൾ ആ സ്പോട്ടിൽ ആ കുട്ടിയെ നമ്മൾ പത്യോപദേശത്തിൽ കൊണ്ടുവന്നാൽ അത് പ്രായമാകുമ്പോൾ നമുക്ക് ഒത്തിരി ഭാരപ്പെടേണ്ട ആവശ്യം വരില്ല. കർത്താവ് അത് ക്രമീകരിച്ചുകൊള്ളും. സ്തോത്രം. അതുകൊണ്ട് ആരോഗ്യപരമായും ബുദ്ധിപരമായും വികാസം പ്രാപിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് കുഞ്ഞുങ്ങൾ വളരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അപ്പനും അമ്മയും ഒരു കുഞ്ഞിനെ വളർത്തുന്നത് പോലെ അപ്പനും അമ്മയും ആ കുഞ്ഞിനോട് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഇടപെടുന്ന പോലെ നമ്മുടെ സ്വർഗസ്ഥ പിതാവ് നമ്മോട് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഇടപെടുകയാണ്. നമ്മുടെ മക്കളുടെ വളർച്ച ആത്മീയമാണോ, അവരുടെ വളർച്ച, അവരുടെ ഭൗതിക ജീവിതം എങ്ങനെയാണ്, അവരെങ്ങനെയൊക്കെ ഉയർന്നു വരുന്നു, നമ്മൾ അവരുടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവര് നമ്മുടെ സ്വർഗീയ പിതാവ് നമ്മളെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മളും ഇന്ന് ആ കൊച്ചു മക്കളുടെ ലെവലിൽ സ്വർഗസ്ഥ പിതാവ് നമ്മളെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ ജീവിത ശൈലികളും നമ്മൾ ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് മാതൃക വെച്ചിട്ടാ പോയതല്ലേ? നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ ഒരു മാതൃക വെച്ചു പോകുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ കർത്താവിന്റെ മാതൃകയെ പിൻപറ്റുവാൻ നമ്മളും ബാധ്യസ്ഥരാ. ഇല്ലേ? കർത്താവ് നമുക്ക് ബാലശിക്ഷയൊക്കെ തരാറില്ലേ? ഈ ബാലശിക്ഷയിൽ നമ്മൾ പിണങ്ങി ഓടാറുണ്ടോ? നമ്മുടെ മക്കൾക്കും ബാലശിക്ഷയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊന്നും പിണങ്ങിയൊന്നും ഓടത്തില്ല. ചിലപ്പോ അന്നേരത്തേക്ക് ഇച്ചിരി പണക്കമൊക്കെ കാണും. പിന്നെ കാര്യം അങ്ങ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. നമുക്ക് ഇതുപോലല്ലേ, ഒരടി ഒരു ശോധനയൊക്കെ കിട്ടിക്കഴിഞ്ഞ പിന്നെ മനസ്സിലാകും, അയ്യോ ഞാൻ ഇന്ന കാരണത്തിന് വേണ്ടിയാണല്ലോ, എന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണല്ലോ എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നമുക്ക് മനസ്സിലാകും. പിന്നെ നമുക്ക് സ്വർഗസ്ഥ പിതാവിനോട് ദേഷ്യമുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പോൽക്കാലം ഒരപ്പനും അമ്മയും മക്കളെ പോറ്റി വളർത്തുന്നത് പോലെ സ്വർഗസ്ഥ പിതാവ് നമ്മളെ പോറ്റി വളർത്തുമ്പോൾ നമ്മുടെ ജീവിതം ഹൃദയംഗമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായി തീരുവാൻ നാം ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. നമുക്ക് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 103 അധ്യായം 3 വാക്യം ഒന്ന് വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതകളും കുറവുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ദൈവം കാണുന്നുണ്ട്. സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നവൻ, അടിപ്പിണരാൽ സൗഖ്യം തരുന്നവൻ. ഇന്ന് പോൽക്കാലം നല്ലൊരു അപ്പനായി രോഗിയായിരിക്കുമ്പോൾ ഒരു കുഞ്ഞ് പനി പിടിച്ച് കിടക്കുമ്പോൾ അപ്പനും അമ്മയും മാറിയിരിക്കുവോ? തലോടും ആ കുഞ്ഞിനെ എന്തെല്ലാം ട്രീറ്റ്മെന്റുകൾ ചെയ്യാമോ? കോൾഡ് സ്പഞ്ച് ചെയ്യും, അതിന് വേണ്ട ഫുഡുകൾ വേണ്ട സമയത്ത്. ഇതുപോലെ നമ്മുടെ സ്വർഗസ്ഥ പിതാവ് നമുക്ക് വേണ്ടി എല്ലാം നൽകി തരും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇന്ന് പോൽക്കാലം ആമേൻ ബാലശിക്ഷ കിട്ടുമ്പോഴും ക്ഷീണിച്ചിരിക്കുമ്പോഴും തകർന്നു പോകാതെ ദൈവകൃപ ഏറ്റെടുക്കണം. ഒരു വാക്യം കൂടെ വായിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3 അധ്യായം 12 വേദഭാഗം വായിക്കാം. ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. എത്ര നല്ല വാക്യം അല്ലേ? ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ. ഞാൻ ചോദിച്ചോട്ടെ, മക്കളെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് തല്ലുന്നത്? അല്ല, ഒരു നന്നാകാനാ തല്ലുന്നത് അല്ലേ? ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ, എന്റെ മക്കളെ ഞാൻ തല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാ തല്ലിയെന്ന് ചോദിക്കും. അവർ പറയും, ഞങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളെ തല്ലുന്നത്. ഇതുപോലെ അവരോട് ഞാൻ പറയും, മക്കളെ ഇഷ്ടമുള്ളതുകൊണ്ടാണ്, നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കാനാണ് തല്ലുന്നതെന്ന് പറയും. അങ്ങനെയെങ്കിൽ നമ്മുടെ പിതാവിന് നമ്മെ ഇഷ്ടമാണ്. ഇഷ്ടപുത്രൻ മകനോട് ചെയ്യുന്നത് പോലെ, മക്കളോട് ചെയ്യുന്ന പോലെ നമ്മുടെ സ്വർഗസ്ഥ പിതാവ് നമ്മളോട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ പരിഭവം ഉണ്ടാകരുതേ. നമ്മുടെ ജീവിതത്തിൽ തരുന്ന ശോധനകളിൽ തളർന്നു പോകുകയല്ല, നമ്മെ തളർത്തുവാനല്ല, വളർത്തുവാൻ. അതുകൊണ്ട് പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. സ്വർഗസ്ഥ പിതാവ് നമ്മളെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബലപ്പെടുത്തുമ്പോൾ നമ്മളും ബലപ്പെടുവാനായിട്ട് ഏൽപ്പിക്കണം. നമുക്ക് ഒരു വേദഭാഗം കൂടെ വായിക്കാം. എബ്രായ ലേഖനം 12 അധ്യായം അതിന്റെ 5 മുതൽ 11 വരെയുള്ള വേദഭാഗം ഒന്ന് ഓടിച്ചു വായിച്ചാട്ടെ. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയേമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ?
നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗല ഇടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങി പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതൊക്കെ ഇന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വചനങ്ങളൊക്കെ നമ്മുടെ ദോഷത്തിനല്ല, ഗുണത്തിനാണ്. എന്തിനാ കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നത്? നമ്മുടെ ശുദ്ധീകരണത്തിനാണ്, നമ്മുടെ വിശുദ്ധീകരണത്തിനാണ്. ഒരപ്പൻ മക്കളെ ഹല്ലേലൂയ വഴക്ക് പറയുന്നു, തല്ലുന്നു, അവരെ നല്ല രീതിയിലാക്കാനാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തേക്ക് സ്നേഹവായ്പോടെ സ്വർഗത്തിലെ അപ്പൻ പറയുക, നമ്മുടെ ഗുണത്തിനായിട്ട്, ദോഷത്തിനായിട്ടല്ല. ഈ വാക്യങ്ങൾ എടുത്ത് ഞാൻ വായിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിച്ചവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നത് കൊണ്ട് ക്ഷീണിച്ചു പോലും. ഒറ്റ വാക്യം കൂടെ നമുക്ക് അതിവേഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം കൂടെ വായിച്ചാട്ടെ. ഞാൻ ഇതിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങളെ വായിക്കുക, വാക്യം തരുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി മാറേണ്ടതിനുമാണ് ഞാൻ ഈ വാക്യം വായിപ്പിക്കുന്നത്. സമയം അതിക്രമിച്ചിരിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ലൂക്കോസ് 11-13 വായിച്ച്. അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ദോഷികളായ, ഈ ലോകത്തിലെ ദോഷികളായ പിതാവ് അല്ലെ മക്കൾക്ക് എത്ര നല്ല ദാനങ്ങളാ കൊടുക്കുന്നത്. വചനത്തിൽ പറയുന്നുണ്ട്, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? തേളിനെ കൊടുക്കുമോ? അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ദോഷികളായ പിതാവ് അവർക്ക് വേണ്ടി ഇതൊക്കെ കൊടുക്കുന്നെങ്കിൽ നമ്മുടെ സ്വർഗസ്നായ പിതാവ് നമുക്ക് എത്ര അധികമായിട്ട് നൽകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ മക്കളെ നല്ല ലെവലിൽ വളർത്തുക. നമ്മുടെ സ്വർഗസ്ഥ പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ജീവിതവും മുന്നേറുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് വചനം പറയുന്നു, പിതാക്കന്മാരെ, ഞാൻ അവിടെ മാതാക്കന്മാരെയും കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. പിതാവ് അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നത് കൊണ്ടാണ് പിതാക്കന്മാരെ എന്ന് വിളിച്ചത്. പേരൻസേ എന്നാണ് നമ്മൾ അവിടെ വായിക്കേണ്ടത്. നിങ്ങളുടെ മക്കളെ അധൈര്യപ്പെടുത്താതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. കോപം അധൈര്യത്തിൽ കൊണ്ടെത്തിക്കും. അവരെ കോപിച്ചിട്ട് അവർ വഴി വിട്ടുപോകുവാൻ ഇടയാകും. അതുകൊണ്ട് പഥ്യോപദേശത്തിൽ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ 28-ാം വാക്യം കൂടെ ചിന്തിക്കണമെന്ന് ചിന്തിച്ചു. നാളെ ദൈവം അനുവദിച്ചാൽ നമുക്കത് ചിന്തിക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഈ വചന പഠനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് അറിയിക്കണം, നിങ്ങളുടെ കമന്റ്സുകൾ അറിയിക്കണം. ഞാൻ ഇപ്പോൾ നിങ്ങൾ ചാനലിലേക്ക് നേരിട്ട് കയറി കഴിയുമ്പോൾ ഇത് 1 by 1 ആയിട്ട് ഓരോ ദിവസത്തെ പഠിപ്പിക്കുന്ന പാഠങ്ങളെ ഞാൻ അത് ലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുവാനായിട്ട് കഴിയും. ബൈബിൾ സ്റ്റഡി 1 by 1 ആയിട്ട് ഇന്നിപ്പോ ഇടുന്നതിന്റെ താഴെ ഇന്നലെ പഠിപ്പിച്ചത്, അതിന്റെ താഴെ അങ്ങനെ എങ്ങനെയായിട്ട് ഞാൻ ഒരുമിച്ച് അതിനെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കയറി ദൈവവചനം പഠിക്കണം, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറണം. അതുപോലെ തന്നെ നമ്മുടെ സാക്ഷി കൂടാരത്തിന്റെ പ്രോഗ്രാമും അപ്രകാരം തന്നെ ലിസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ അകത്ത് വചനദീപ്തി ചാനൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിക്സായിട്ടല്ല ഇട്ടിരിക്കുന്നത്, ഒരുമിച്ച് ഈ ഓരോരോ ഭാഗങ്ങൾ തിരിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് കയറി കാണുകയും ഒരു പ്രാവശ്യം കേട്ട് നിങ്ങൾക്ക് വാക്യങ്ങളോ വചനങ്ങളോ എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വീണ്ടും കയറി അത് പഠിക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.
ഈ തിരുവചനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശിക്ഷയ്ക്കും പ്രതികാരത്തിനും കാരണമാകാതെ അനുഗ്രഹത്തിന് കാരണമാക്കി അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്ന ആ ഒരു നല്ല പാത്രങ്ങളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇതിൻ്റെ അകത്ത് വചനം വായിച്ചു തരുന്ന കർത്താവിന്റെ ദാസിമാരെ ഒക്കെ കർത്താവ് അനുഗ്രഹിക്കും. കാരണം വചനം പഠിപ്പിക്കുന്നവരും വായിച്ചു കേൾപ്പിക്കുന്നവരും ഒക്കെ അനുഗ്രഹിക്കപ്പെടുമെന്ന്. അതുകൊണ്ട് ഈ ശുശ്രൂഷ തികഞ്ഞ ഭയത്തോടും സ്നേഹത്തോടും കൂടി ചെയ്യുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നതിനായിട്ട് നമ്മുടെ ടീമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സൂം മീറ്റിംഗിന്റെ പ്രവർത്തനങ്ങളെയും കർത്താവ് മാനിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും നമുക്ക് അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. പിതാക്കന്മാരുടെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ അധൈര്യപ്പെടുത്താതെ പഥ്യോപദേശത്തിലവരെ പോറ്റി വളർത്തുവാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ച പ്രകാരം അറിവില്ലായ്മയുടെ കാലങ്ങളിൽ വന്നുപോയ കുറവുകളെ ക്ഷമിച്ച് ഈ ദിവസങ്ങളിൽ കുറവുകളെ പരിഹരിക്കുന്ന ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന അളവിൽ ഞങ്ങളുടെ ഗുണത്തിനും ഞങ്ങളുടെ കർത്താവെ ശുദ്ധീകരണത്തിനും ഞങ്ങളെ അങ്ങ് ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മാഭിവൃദ്ധിക്കും അവരുടേതായ ഗുണത്തിനുമായിട്ട് അവരെ ബുദ്ധി ഉപദേശിക്കുകയും അവർക്ക് തക്ക സമയത്ത് കൊടുക്കേണ്ട ശിക്ഷണം കൊടുത്തും ദൈവകൃപയിൽ പോറ്റി പുലർത്തുവാൻ സഹായിക്കണം. അതിനായിട്ട് സമർപ്പിക്കുന്നു. തിരുവചനം കേൾക്കപ്പെട്ട ഈ സൂം പ്ലാറ്റ്ഫോമിലുള്ള പ്രിയപ്പെട്ടവരെയും അതുപോലെ തന്നെ മറ്റു മീഡിയകളിലൂടെ കാണുന്നവരും യൂട്യൂബിലൂടെ കർത്താവെ തിരുവചനം കേൾക്കുന്നവരുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. കർത്താവെ തിരുവചന കേൾവി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയാക്കണം. അതിനായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകലവും യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുമ്പോൾ ദയതോന്നി കേൾക്കണമേ സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.